അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെടുന്ന ഒരു സപ്ലിമെൻ്റാണ് വെയിറ്റ് ലോസ് സപ്ലിമെൻറ്റ്സ്. ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില സപ്ലിമെൻറ്റ്സിനെ പരിചയപ്പെടുത്തി അതുവഴി കിട്ടുന്ന സെയിൽസ് കമ്മീഷനാണ് ഇതിലൂടെ നേടുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ, ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റ് സെല്ല് ചെയ്യുമ്പോൾ അതിന് ഒരു വലിയ എമൗണ്ട്, അതായത് ഒരു ഹൈ ടിക്കറ്റ് അഫിലിയേറ്റിലേക്കാണ് അത് പോകുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ മിനിമം $100 ആയിരിക്കും. അതായത് ഏകദേശം 8,500 9,000 രൂപ അടുത്ത് നമുക്കത് കിട്ടും ഡോളറിൻ്റെ റേറ്റിനനുസരിച്ച്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് മിനിമം $300 $400 ആയിരിക്കും. അപ്പോൾ ഇ കൊമേഴ്സിൽ അതുകൊണ്ട് തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെടാനും അതുകൊണ്ട് തന്നെ അഫിലിയേറ്റിൽ തുടക്കത്തിൽ ഒരുപാട് പേര് ഏറ്റവും എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ വെയിറ്റ് ലോസ് സപ്ലിമെൻറ്റ്സ്. വെയിറ്റ് ലോസ് സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്ന അഫിലിയേറ്റ് നെറ്റ്വർക്കിലാണ്. ക്ലിക്ക് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ബാങ്ക് എന്ന് പറഞ്ഞ ഇതിൽ വന്ന് സൈനപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് clickbank.com വരിക, അതിൽ സൈനപ്പ് ചെയ്യുക. അവിടെ നമുക്കൊരു ക്ലിക്ക് ബാങ്ക് മാർക്കറ്റ് പ്ലേസ് കിട്ടും. അവിടെ നമുക്ക് വെയിറ്റ് ലോസ് പ്രോഡക്റ്റ് എന്നോ വെയിറ്റ് ലോസ് കോഫി സംതിങ് അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വരാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നമ്മളുടെ റെലവൻസി, അതായത് ഫിൽറ്റേഴ്സിൻ്റെ അവിടെ കീവേഡ് റെലവൻസ് എന്നുള്ളതിൽ ഹൈ ടു ലോ കൊടുക്കുക. അതിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ ആരാണോ തരുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വെയിറ്റ് ലോസ് സപ്ലിമെൻറ്റ്സ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, വെയിറ്റ് ലോസ് സപ്ലിമെൻ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈ ടു ലോ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റ് നമുക്ക് തരുന്ന കൺവേർഷൻ റേറ്റ് കൂടെ സൈഡിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കണ്ട 125 ഒരു സെയിലിന് നമുക്ക് $125 കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഒരു അഫിലിയേറ്റ് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ എന്തൊക്കെയാണോ അതിനകത്തുള്ളത്, അതിൻ്റെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, ആ പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പലരും റെഫർ ചെയ്ത് തരുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും. ഇത് നമ്മൾ കമ്പനിയായിട്ട് നേരിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റുകളെ എടുത്തിട്ട് നമ്മൾ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് കമ്മീഷനുമാണ്. അപ്പോൾ ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്ന അഫിലിയേറ്റ് നെറ്റ്വർക്ക് വഴിയാണ് ഇത് കിട്ടുന്നത്. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ സെല്ല് ചെയ്യും? നമുക്ക് ആരുടെ അടുത്ത് ഇപ്പോൾ പോയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ്, നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം, എന്തെങ്കിലും മരുന്നുണ്ട് എന്ന് പറഞ്ഞ് സെല്ല് ചെയ്യുന്നതല്ലല്ലോ നമ്മുടെ രീതി. അതായത് നമുക്ക് ഡിജിറ്റലി കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. സോ ആരാണ് ഇതിനകത്ത് നമുക്ക് ഓഡിയൻസായിട്ട് വരുന്നതെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹൂ ബൈസ് ദിസ് അമീൽ ഗാർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൽ 90% വിമനാണ്, അതായത് ലേഡീസാണ് ഇത് കൂടുതലും വാങ്ങുന്നത്. അവരുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 to 60 ആണ്. അപ്പോൾ മനസ്സിലായില്ലേ, ഇതിപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഈ പ്രോഡക്റ്റായിട്ട് പോയിട്ട് കാര്യമില്ല. അതായത് ഒരു ടീനേജ് ആ ലെവലിലോട്ടുള്ള ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ല, അവരിത് വാങ്ങാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന കൺട്രീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇന്ത്യ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇന്ത്യയിൽ ഇത് സെല്ല് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് വളരെ കുറച്ച് മാത്രം സെല്ല് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ടോപ്പ് പെർഫോമിംഗ് കൺട്രീസിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി നമ്മൾ പുതിയൊരു കൺട്രി കണ്ടുപിടിച്ച് അവിടെ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയും നമുക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ടോപ്പ് പെർഫോമിംഗ് കൺട്രീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൺട്രീസിലെല്ലാം ഇതെല്ലാം Tier 1 കൺട്രീസാണ്. അതായത് ഇവിടുത്തെ എല്ലാം കറൻസി റേറ്റ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട്, നമ്മുടെ കറൻസിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ ആയിരിക്കില്ല Tier 1 കൺട്രീസിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്ത് ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോഡക്റ്റും അവിടെ സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ തുടങ്ങിയിട്ടുള്ള US, യൂറോപ്പ്, അതുപോലെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയിട്ടുള്ള കൺട്രീസിലെല്ലാം ഡോളേഴ്സിന് വില കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ റുപ്പീസ്, നമ്മുടെ കറൻസി വെച്ച് നോക്കുമ്പോൾ റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവരെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും? അതായത് നമ്മുടെ ഓഡിയൻസ് അവിടെ ആണെന്നുള്ളത് മനസ്സിലായി, അവരുടെ ഒരു ഏജ് ഇത് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ
എങ്ങനെ നമുക്കിവരെ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമുക്കിവരെ കൊണ്ട് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിനെ വാങ്ങിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ട്രെയിനിങ് പോലെ നമ്മൾ കൊടുക്കുക. നിങ്ങളൊരു വെയിറ്റ് ലോസ് ആദ്യം പോയിട്ട് ഒരാളോട് നമ്മൾ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആരും വാങ്ങില്ല. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ അവയർനെസ് കൊടുക്കണം. അവയർനെസ് കൊടുത്തിട്ട് അവിടെ നമ്മളൊരു ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഇ ബുക്കിൽ നമ്മളൊരു ചെറിയ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് അവയർനെസ് കൊടുത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്, നിങ്ങളുടെ ഒരു ലെവൽ ഓഫ് വെയിറ്റ് ലോസ് എത്ര ചാലഞ്ചിങ് ആണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് വേണം ഈ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ കാണിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സും അതിൻ്റെ എല്ലാ അഫിലിയേറ്റ് പേജസും താഴെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ കൺവേർഷൻ കിട്ടുന്നതാണ് എല്ലാവരും അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കൺവേർഷൻ കിട്ടുന്നതിന് കൂടുതൽ സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഞാൻ ഒരു സെയിൽ ഡെയിലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക, ഒരു സെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് എത്ര ഡോളർ വെച്ച് കിട്ടും എന്നുള്ളത്. പക്ഷേ ആ ഒരു സെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കെൻഡിൽ നല്ലപോലെ, അതായത് അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഹോംവർക്ക് ചെയ്യണം. ആ പ്രോഡക്റ്റ് എങ്ങനെ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ഓഡിയൻസിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും, അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഈ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ സെല് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്നത് അവരും ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് അലോ ചെയ്യുന്നത്. സോ നമ്മളും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അന്വേഷിക്കണം. ഗൂഗിൾ ചെയ്തിട്ട് ഇത് മറ്റുള്ളവർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായതാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു എത്തിക്സും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഓരോ സപ്ലിമെൻറ്റ്സും എടുക്കാൻ. മോസ്റ്റ്ലി വെയിറ്റ് ലോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് അത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഇൻടേക്കും അതുപോലെ തന്നെ നമ്മളുടെ വർക്കൗട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കഴിക്കുന്നു, നമ്മുടെ എനർജി എത്ര അകത്ത് കയറുന്നോ എത്ര പുറത്ത് പോകുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ വെയിറ്റ് ലോസ്. അല്ലാതെ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടി അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ എത്തിക്സിനെ നോക്കിയിട്ട് ചെയ്യാൻ. ഞാനിത് ചെയ്യുന്ന ആളല്ല. ഞാൻ വെയിറ്റ് ലോസ് വെച്ചിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്, കണ്ടിട്ടുമുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് വെയിറ്റ് ലോസ് വെച്ചിട്ട് വെയിറ്റ് ലോസ് സപ്ലിമെൻറ്റ്സ് സെല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യണം. വെയിറ്റ് ലോസിനെ റിലേറ്റ് ചെയ്തിട്ട് ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഫേസ്ലെസ് കണ്ടൻറ്റ്, ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുക. അത് ഒരിക്കലും മലയാളത്തിൽ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഹിന്ദിയിൽ ചെയ്തിട്ട് കാര്യമില്ല. ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വേണ്ട ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഔട്ട്റീച്ച് വേണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളിതിനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ you can get a good amount of commission and you can start your affiliate journey with very easy efforts. So thank you for watching. ഇനി ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. സോ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. താങ്ക് യു.